അപ്പോൾ അതായത് നമ്മുടെ ഈ പബ്ലിക് ഔട്ട്ക്രൈ സമൂഹത്തിന് എന്താ ആവശ്യമുണ്ടെന്നുള്ളതൊന്നുമല്ല ഒരു കൊലക്കേസിനകത്ത് ഒരാളെ ശിക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. സമൂഹത്തിന് അത് ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതും അല്ല അതിൻ്റെ ഉദ്ദേശം. ആ ഓരോ പർട്ടിക്കുലർ കേസിൻ്റെ ഫാക്ട്സും സർക്കംസ്റ്റാൻസും എടുക്കണം. CRPCയിലെ ആ അമെൻമെൻ്റ് അനുസരിച്ച് യഥാർത്ഥത്തിൽ അതിൽ സ്പെഷ്യൽ ഫാക്ട്സ് വേണം എന്നുള്ളതാണ്. ഡെത്ത് പെനാൽറ്റി കൊടുക്കണമെങ്കിൽ സ്പെഷ്യൽ ഫാക്ട്സ്. അപ്പോൾ ഇതിനകത്ത് എന്താ സ്പെഷ്യൽ ഫാക്ട്സ്? നമുക്ക് പറയാം ഇതൊരു പ്രീ മെഡിറ്റേറ്റഡ്, അതായത് നേരത്തെ ഉറപ്പിച്ച ഒരു കൊലപാതകമാണെന്ന് പറഞ്ഞു. ഇതിനകത്ത് ഈ 364 വകുപ്പ് അനുസരിച്ച് ശിക്ഷിച്ചു കാണുന്നു. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് കൊല്ലാനായിട്ട് അബ്ഡക്റ്റ് ചെയ്തുകൊണ്ട് പോകും. ആരെ അബ്ഡക്റ്റ് ചെയ്തെന്നുള്ളതും എനിക്കറിയാൻ വയ്യ. ഇതിനകത്ത് തട്ടിക്കൊണ്ടുപോകലെന്നുണ്ടെന്ന് ഞാൻ കാണുന്നില്ല. എനിക്ക് മനസ്സിലായിട്ടില്ല. കമാൽ ബാഷ ഈ വിധിയിൽ അത്ര സംതൃപ്തനല്ല. അദ്ദേഹം പറയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. സൊസൈറ്റി ഇത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. സൊസൈറ്റിയിലുള്ളവർ തന്നെയല്ലേ ക്രൈം ചെയ്യുന്നത്. അപ്പം ഓരോ വിധിയും അത് സൊസൈറ്റിയിലുള്ളവർക്കുള്ള മുന്നറിയിപ്പാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ നാട്ടിൽ ഈ കോടതിയും പോലീസും നിയമമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കിടയിൽ പലരും പല കുറ്റകൃത്യങ്ങളിലോട്ടും വരാൻ സാധ്യതയുണ്ട്. ഈ കോടതിയും ഈ നിയമമൊക്കെ ഉണ്ടുകൊണ്ടാണ് പലരും മര്യാദയ്ക്കിരിക്കുന്നുള്ളതാണ് നഗ്നസത്യം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ വിധി ഈ സൊസൈറ്റിയിലുള്ള എല്ലാവർക്കും ബാധകമാണ്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കമാൽ ബാഷ പറയുന്നത് സമൂഹത്തിനൊരു മെസ്സേജ് കൊടുക്കാനല്ല ഈ വിധി. അല്ല, എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, സമൂഹം എന്ന് പറയുന്നത് ഞാനും നിങ്ങളും മറ്റുള്ളവരും എല്ലാവരും ഇദ്ദേഹവും ഒക്കെ ഉൾപ്പെടുന്നതാണ് സമൂഹം. അപ്പോൾ ഈ സമൂഹത്തിൻ്റെ അകത്ത് ഒരുപാട് ആൾക്കാർ ക്രൈം ടെൻഡൻസി ഉള്ളവരുണ്ട്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിയമവും കോടതിയും ഒന്നും പോലീസൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിൽ പലരും പലതരത്തിലുള്ള ക്രൈമിന് ഇൻവോൾവ് ആവും. അതിന് പല കാരണങ്ങൾ കാണും, പല മാനസിക പ്രശ്നങ്ങൾ കാണും, സാഹചര്യങ്ങൾ കാണും. പക്ഷേ ഇതുപോലുള്ള വിധികൾ, അതായത് നിങ്ങളിങ്ങനെ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടാൽ നിങ്ങളും ഇതുപോലുള്ള വിധിക്ക് അർഹനാവും എന്നുള്ളൊരു മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ അത്ര എന്താണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് ഞാൻ ചിന്തിച്ചു പോയി. അദ്ദേഹം ഉടനീളം ഈ ചാനൽ ചർച്ചകളിലൊക്കെ ഇരിക്കുമ്പം ഗ്രീഷ്മയെ സപ്പോർട്ട് ചെയ്ത് മരണപ്പെട്ട ചെറുപ്പക്കാരനെ താഴ്ത്തി കെട്ടി സംസാരിക്കുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. അത് റിപ്പോർട്ടേഴ്സ് തന്നെ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, താങ്കൾ ആരുടെ പക്ഷത്താണ് നിലനിൽക്കുന്ന ചോദിക്കുന്നത്. അദ്ദേഹം എപ്പോഴും അവൻ എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. മരിച്ചുപോയ ചെറുപ്പക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ പേരുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ അദ്ദേഹമെന്നോ അല്ലെ ഇദ്ദേഹമെന്നോ അല്ലെ പയ്യെന്നോ പറയാം. അദ്ദേഹം ഒരു ജസ്റ്റിസാണ്, അദ്ദേഹത്തിന് സംസാരിക്കാൻ ഞാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഗ്രീഷ്മയുടെ കാര്യത്തിൽ ആ കുട്ടി എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്, പേരും പറയുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. ഓൾ ആർ ഹ്യൂമൻസ്. തെറ്റ് ചെയ്ത ആരാണെന്ന് വെച്ചാൽ ഒരു കുറ്റവാളിയാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരു ലാസ്റ്റ് വിധിയാവുകയില്ല. നമുക്കറിയാം ഇത് ഹൈക്കോടതി പോവും, സുപ്രീം കോടതി പോവും. ഈ വധശിക്ഷ, എനിക്ക് തോന്നുന്നു ഈ വധശിക്ഷ മാറാൻ സാധ്യതകൾ കൂടുതലാണ്. അദ്ദേഹം ഈ കേസിനെ കുറിച്ച് പഠിക്കാതെ സംസാരിക്കുവാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇതിൻ്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് കിട്ടാൻ ഉള്ള ആക്സസ് ഉണ്ട്. സാധാരണക്കാരായ നമ്മളെക്കാളും കൂടുതൽ ആക്സസ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കും. പക്ഷേ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ സമൂഹത്തിന് എന്തുമാത്രം അക്സെപ്റ്റബിൾ ആണെന്ന് നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ അദ്ദേഹം വന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താനല്ല കോടതി. അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കോടതി വിധി കേൾക്കുന്ന സമൂഹമാണ്. ഈ സമൂഹത്തിൽ നിന്നുള്ള വ്യക്തികളാണ് ഈ ക്രൈമിൽ ഇൻവോൾവ് ആവുന്നത്. ഈ സമൂഹത്തിൽ നിന്നുള്ള വ്യക്തികളാണ് ഈ ക്രൈം ഇരയായിത്തീരുന്നത്. അപ്പം ഷാരോൺ എടുത്താലും ഭീഷ്മ എടുത്താലും എല്ലാം ഈ സമൂഹത്തിലുള്ളവരാണ്, അല്ലാതെ വേറെ യൂണിവേഴ്സിൽ നിന്ന് വന്നവരല്ല. അത് എന്താണോ അദ്ദേഹം അങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. അത് പരിശോധിക്കേണ്ടിയിരിക്കുന്ന അദ്ദേഹം എന്താണ് ഇങ്ങനെ പറയുന്നത്. അദ്ദേഹത്തിനെ കുറിച്ച് അറിയത്തില്ല എന്ന് വിശ്വസിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അദ്ദേഹം ഒരു റിട്ടയർഡ് ജസ്റ്റിസ് ആണല്ലോ. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിധി കൊണ്ട് ഇതുപോലെ പ്രണയിച്ച് നിൽക്കുന്നവർക്ക് ഒരു താക്കീതാണ്. നിങ്ങളിങ്ങനെ ചെയ്താൽ നാളെ നിങ്ങൾ ഗ്രീഷ്മയുടെ സ്ഥാനത്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കോടതിയിൽ നിന്ന് കിട്ടുന്ന വിധി ഇതായിരിക്കും. അതുപോലെ തന്നെ പെൺകുട്ടികളെ പ്രണയിക്കുന്ന പുരുഷന്മാർക്ക് നിങ്ങൾ സൂക്ഷിക്കുക ഇങ്ങനത്തെ പെൺകുട്ടികളെ. നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തികൾ XOR Y, പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും നിങ്ങൾ അന്ധമായി വിശ്വസിക്കില്ല.
അവർ തരുന്ന കാര്യങ്ങളെല്ലാം മന്ദമായി ഉൾക്കൊള്ളാൻ ശ്രമിക്കില്ല എന്നുള്ള ഒരു ഇതുകൂടെ ജനങ്ങൾക്കിടയിൽ കിട്ടുന്നുണ്ട്. അതൊക്കെ തള്ളിക്കളയാൻ പറ്റില്ല. സമൂഹം എന്ന് പറയുന്നത് നമ്മളൊക്കെ തന്നെയല്ലേ സമൂഹം. സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നത് ജനങ്ങൾ അവരുടെ ഉള്ളിലെ കാര്യങ്ങളാണ്. ചിലർ പോസ്റ്റായിട്ടും ചിലർ വീഡിയോ ആയിട്ടും പ്രതികരിക്കാറുണ്ട്. അതൊക്കെ ഇന്നത്തെ കാലത്തെ കോടതി ശ്രദ്ധിക്കാറുണ്ട്. കാലഘട്ടം മാറി. പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ, പണ്ടൊക്കെ പബ്ലിക്കിന് തങ്ങളുടെ ഒപ്പീനിയൻ പറയാനുള്ള അവസരമില്ലായിരുന്നു. ഇന്നിപ്പം ഫേസ്ബുക്ക് വഴിയോ ഇൻസ്റ്റഗ്രാം വഴിയോ യൂട്യൂബ് വഴിയോ തങ്ങളുടെ അഭിപ്രായങ്ങൾ, എനിക്കിതിനെക്കുറിച്ച് അഭിപ്രായം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, എനിക്ക് ഇതിനെക്കുറിച്ച് സംശയമുണ്ട് എന്നൊക്കെ പറയാൻ ജനത്തിന് അവസരം കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു കമാൽ ഭാഷയ്ക്ക് അത്ര ഡൈജസ്റ്റബിൾ അല്ലെന്ന് തോന്നുന്നു. അദ്ദേഹം ചിന്തിക്കുമ്പം സോഷ്യൽ മീഡിയ അല്ല ജനം കൂടുതലിനകത്ത് പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റിസ് പറയുന്നു, വിധി പറയുന്നു, അത് അങ്ങനെ പോകുക. നിങ്ങളിതിനകത്ത് കൂടുതൽ അറിയേണ്ട ആവശ്യമില്ല. വാർത്തകളൊക്കെ വന്ന് കേൾക്കുന്നുണ്ട്, വിധി വരുമ്പോൾ അറിയുക, കൂടുതൽ അഭിപ്രായം ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് വരണ്ട. ആ ഒരു രീതിയിലാണ് അദ്ദേഹം ചാനലിൽ വന്ന് സംസാരിക്കുമ്പം നമുക്കെല്ലാവർക്കും ഫീൽ ചെയ്യുന്നതാണ്. എന്താണെന്ന് എനിക്കതിൽ അത് അദ്ദേഹം വ്യക്തമാക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെയുള്ളൊരു സംസാരത്തിലോട്ട് പോകുന്നത്? കാരണം ഒരു റിട്ടയർഡ് ജസ്റ്റിസ് എന്ന് പറയുമ്പം അദ്ദേഹം കാര്യങ്ങൾ കുറച്ചുകൂടെ പഠിച്ചിട്ട് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. അദ്ദേഹം എന്താണോ ഇത് പഠിക്കാതെയാണോ അല്ലെ പഠിച്ചിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെയാണോ തോന്നുന്നത്? അതായത് ഈ പെൺകുട്ടി കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ ലൈസോളോ എന്നങ്ങോട്ട് പറയുന്ന ഒരു സാധനം ഈ തറ വൃത്തിയാക്കാനുള്ളതാണ്. അതെടുത്ത് കുടിച്ചു, ആത്മഹത്യ ചെയ്യാനായിട്ടാണ് അതെടുത്ത് കുടിച്ച് വെപ്രാളമായി കഴിഞ്ഞപ്പോൾ അതിനെ ആശുപത്രി കൊണ്ടുപോയി. അപ്പോൾ ഇത് മരിച്ചു പോകുമെന്നുള്ള ഒരു ധാരണയിൽ ഇതിൻ്റെ മൊഴി എടുക്കാനായിട്ട് മജിസ്ട്രേറ്റിന് കൊണ്ടുവന്നു. അപ്പോൾ ആ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ ആ കുട്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് മജിസ്ട്രേറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആ റെക്കോർഡ് ചെയ്തത് പ്രോസിക്യൂഷൻ ഒരു ഡോക്യുമെൻ്റായിട്ട് കോടതി ആരാക്കി ഈ കേസിനകത്ത്. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് അത് കുറേ കാര്യങ്ങൾ പറഞ്ഞു. കാരണം ഇത് ഇങ്ങനെ ഇയാളുമായിട്ട് ഒരു ബന്ധമുണ്ടായി, പക്ഷേ ഇയാളെ കൊണ്ട് ശല്യമായി, വളരെ അതിൻ്റെ ഫോട്ടോ എടുത്ത് കീപ്പ് ചെയ്തു, അതുപോലെ തന്നെ വീഡിയോ ഒക്കെ എടുത്തു, ആ ബിറ്റുകളൊക്കെ വെച്ചുകൊണ്ട് ഇതിനെ ഭീഷണിയായി. അവസാനം ഇതിനെ ആദ്യം ഒരു തവണ അങ്ങ് പോയി, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്, പിന്നെ നിവർത്തിയില്ല, അതിന് വേറെ മാർഗമില്ല. ആ രീതിയിൽ അതിൻ്റെ കല്യാണങ്ങൾ വന്നാലൊക്കെ അയാൾ മുടക്കും. ഇതിന് ഈ കുട്ടിക്ക് ഇയാളെ വേണ്ടെങ്കിൽ ഇയാളങ്ങ് പോയാൽ പോരെ. ഇതിനെ തന്നെ കെട്ടി വെക്കുമെന്ന് പറഞ്ഞതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ? വേറെ പെണ്ണുങ്ങളെ കിട്ടത്തില്ല അയാൾക്ക്. അപ്പോൾ അതൊന്നുമില്ലാതെ ഇതിനെ അങ്ങ് കോർണർ ചെയ്തു. അവസാനം നിവർത്തിയില്ല, ഇതിനെ ശാരീരികമായി ഉപദ്രവിക്കുന്ന സ്റ്റേജ് പോരായി. എനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടണ്ട എന്നുള്ള വർത്തമാനമായി. അങ്ങനെ ഉണ്ടായപ്പോൾ ആണ് ഈ സംഭവം ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കോടതി പറഞ്ഞു. അപ്പോൾ ഒരു കൺഫെഷനിലേക്ക് വന്നപ്പോൾ കോടതി പറഞ്ഞു, നിങ്ങൾ ഇനി അധികം ഇന്ന് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് പറഞ്ഞാൽ മതി. നിങ്ങളിത് പറയുന്നത് കുറ്റസമ്മത മൊഴിയായിട്ട് മാറും, അത് നിങ്ങൾക്കെതിരെ തെളിവായിട്ട് ഉപയോഗിക്കപ്പെടും എന്നുള്ള വാണിംഗ് അത് മജിസ്ട്രേറ്റ് കൊടുക്കണം, ഇങ്ങനെ കൺഫെഷൻ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ കുട്ടി അതങ്ങ് നിർത്തി, വേറെ പിന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് കുടിക്കാനായിട്ട് കലക്കി വെച്ചിരുന്നതാണെന്നും ഇതെന്തുവാ കഷായം ചോദിച്ചാൽ ഇത് മരിക്കാൻ തന്നെ ആണെന്നാണ് അത് പറയുന്നത്. എനിക്കറിയില്ല അതിൻ്റെ പ്രശ്നം എത്രത്തോളം സത്യം ഉണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതെന്തുവാന്ന് ചോദിച്ചു. ഇത് കഷായം ഞാൻ കുടിക്കാൻ വെച്ചാന്ന് പറഞ്ഞു. എന്നാൽ എനിക്ക് കുറച്ച് തരാൻ പറഞ്ഞു. ഇത് അന്തസ്സായിട്ട് ഒഴിച്ച് കൈ കൊടുത്തു. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് മജിസ്ട്രേറ്റ് പറഞ്ഞത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകും, അത് കൺഫെഷനായിട്ടതുകൊണ്ട് യൂസ് ചെയ്യരുത്, ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇതിന് വാണിംഗ് കൊടുത്തപ്പോൾ അതൊന്നും പറഞ്ഞു. ഇദ്ദേഹം റിട്ടയർഡ് ജസ്റ്റിസാണ്. ഇദ്ദേഹം സംസാരിക്കും, എനിക്കറിയാൻ പാടില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അറിയാൻ മേലാത്ത കാര്യം എന്തിനാണ് താങ്കൾ മീഡിയയിൽ വന്നിരുന്ന് പറയുന്നത്? അദ്ദേഹത്തിന് കിട്ടുന്ന ഓരോ നിമിഷവും അദ്ദേഹം ഗ്രീഷ്മയെ എങ്ങനെയെല്ലാം പൊക്കി ജനങ്ങൾക്ക് മുമ്പിൽ, പാവം പെൺകുട്ടി, 24 വയസ്സേ ഉള്ളൂ, കാര്യങ്ങൾ ചിന്തിക്കാനുള്ള മൈൻഡില്ല, 18 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ന്യായീകരണങ്ങൾ ഒക്കെ ശരിയാണ്. ഈ ക്രൈം ചെയ്യുമ്പം ഈ ഗ്രീഷ്മയ്ക്ക് 22 വയസ്സാണ്, അല്ലാതെ 17 വയസ്സല്ല. പെൺകുട്ടിക്ക് 17 വയസ്സാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യം ഇപ്പോൾ കൊച്ചു പെൺകൊച്ചല്ലേ, അറിയത്തില്ല, പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ന്യായീകരണമുണ്ട്. 22 വയസ്സ് ഒരു പ്രായമല്ലേ? എനിക്ക് മനസ്സിലാകുന്നില്ല അദ്ദേഹം എന്താണ് ഈ 22 വയസ്സ് ഇത്രയ്ക്കും മച്യൂരിറ്റി ഇല്ല എന്ന് പറയാൻ കാരണം. ബഹുമാനപ്പെട്ട കമാൽ ഭാഷ മനസ്സിലാക്കേണ്ടത് 22 വയസ്സെന്ന് പറയുന്നത് ഒട്ടും മോശമായ ഒരു പ്രായമല്ല. അത്യാവശ്യം നല്ല രീതിയിൽ മനുഷ്യൻ്റെ കോമൺ സെൻസ് വർക്ക് ചെയ്യുന്നൊരു പ്രായമാണ് 22 വയസ്സ്. ഈ പെൺകുട്ടിക്ക് ഇതിന് മുമ്പും പ്രണയമുണ്ട്, അതൊക്കെ വളർത്തി വരാനായ കാര്യം. നേരത്തെ അവരുടെ ഒരു പഴയ ലവർ വന്ന് സോഷ്യൽ മീഡിയയിൽ വീഡിയോയിൽ ചാനലൊക്കെ അവർ ഈ കുട്ടിയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നൊക്കെ വീഡിയോസ് ഉണ്ടായിരുന്നു ഇടയ്ക്ക്. താങ്കൾ മരിച്ചുപോയ പയ്യൻ റെസ്പെക്റ്റെല്ലാം കൊടുക്കുക, കാരണം അവൻ അവധി ചെയ്തു, അവൻ അങ്ങനെ എന്താ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്?
ക്രൈം ചെയ്തൊരു വ്യക്തിയാണ് ഗ്രീഷ്മയെ നിങ്ങൾ ഭയങ്കരം നല്ല കുട്ടി, പണ്ട് പോലീസുകാർ ബ്രില്യൻ്റ് ആയിരുന്നു, കഴിവുള്ളതായിരുന്നു, ടാലൻറ്റഡാന്ന് പറയുമായിരുന്നു. താങ്കളത് ഏറ്റുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല. ക്രൈം ചെയ്തവരാരാണെങ്കിലും, അത് ഗ്രീഷ്മയാണെങ്കിലും അത് ഞാനാണെങ്കിലും അത് നിങ്ങളാണെങ്കിലും അവർ കുറ്റവാളിയാണ്. എത്ര ന്യായീകരിച്ചിട്ടും കാര്യമില്ല. സാഹചര്യമേണ്, പ്രായത്തിൻ്റെയാണ്, അല്ലെന്നുണ്ടെങ്കിൽ വിവരമില്ലായ്മയുടെയാണ്. കമാൽ ഭാഷ പറഞ്ഞ അന്തസ്സോടെ എടുത്ത് ഷാരൂണ് കൊടുത്തു എന്നാണ്. ഈ വിഷം കൊടുക്കുന്നതിന് അന്തസ്സുണ്ടോ? എല്ലാത്തിനും അന്തസ്സ്. ഇതേ എന്നാൽ ഗ്രീഷ്മ ഒരു വാഴ്ത്തപ്പെട്ടവളാക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പുണ്യവതിയോ എന്തെല്ലാക്കി താങ്കൾ അങ്ങ് ഡിക്ലെയർ ചെയ്യുക. എന്തിനാണ് ഇങ്ങനെ ഇത്രയ്ക്കും വെള്ള പൂശുന്നത്? നമുക്കറിയാം, ഞാനകത്ത് പോയാലും 10-34 വയസ്സാകുമ്പോൾ ഞാൻ പുറത്തോട്ടിറങ്ങും, അത് കഴിഞ്ഞ് ഞാൻ ജീവിച്ചോളാം എന്നാണ് ഗ്രീഷ്മ പറഞ്ഞത്. അതൊന്നും താങ്കൾ അറിഞ്ഞോ? അല്ലെ അറിഞ്ഞിട്ടും അറിയാത്ത രീതിയിൽ നടിക്കുകയാണോ? താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ രാഹുൽ ഈശ്വരം വന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ജനത്തിനോ എനിക്കോ ബുദ്ധിമുട്ടില്ല. കാരണം വെച്ചാൽ എന്നും കേൾക്കുന്നതാണ്. വേട്ടക്കാർക്ക് വേണ്ടി മാത്രം വരുന്ന വ്യക്തിത്വമാണ് രാഹുൽ ഈശ്വരൻ. നമുക്കറിയാം, ഹൈക്കോടതി സുപ്രീം കോടതിയിലൊക്കെ പോയി ആ വിധിയിലേക്ക് മാറ്റം ഉണ്ടാവും. തൂക്കുകയറി തന്നെയാണല്ലോ ഗ്രീഷ്മ ഊരും എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ഒരു വിധി, ലോവർ കോടതി ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിധി കേരള ജനത്തിന് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വിധിയാണ്. ഇദ്ദേഹം ഗ്രീഷ്മയെ ന്യായീകരിക്കുമ്പം വിഷം കൊടുത്തെന്ന് പറയുമ്പം, അന്തസ്സായിട്ട് കൊടുത്തെന്നൊക്കെ പറയുമ്പം, ഇവിടെ ഒരു ചെറുപ്പക്കാരനെ മാന്യമായിട്ട് പലതവണ കൊല്ലാൻ നോക്കി, ലാസ്റ്റ് നിമിഷം വരെ തൻ്റെ കാമുകിയായ പെൺകുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ മരണം വരുത്തി. ഇതിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചേട്ടനും ഫാമിലിയും കട്ടയ്ക്ക് ഇറങ്ങിക്കൊണ്ടാണ് ഗ്രീഷ്മ പെട്ടത്. അല്ല എന്നെങ്കിൽ ഗ്രീഷ്മ ചിലപ്പം ഊരിപ്പോരുമായിരുന്നു. ആദ്യം മൂലം ഗ്രീഷ്മ പറയുന്ന കാര്യങ്ങളും പലയിടത്തും വ്യക്തതയില്ല. പുള്ളി പറയുന്നുണ്ട്, അവൻ പെൺകുട്ടിയെ വെട്ടിലാക്കിയതാണ്, ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതിവൻ അവൾക്ക് നല്ല കല്യാണം പറഞ്ഞുകൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ അവൻ സമ്മതിക്കില്ല, വേറെ ആർക്കും കിട്ടല്ല. പിന്നെ ഷാരോൺ ഫോട്ടോസ് വീഡിയോസ് എടുത്തെന്നൊക്കെ പറഞ്ഞാൽ ഈ മീഡിയാസ് എല്ലാം ഇവരുടെയൊക്കെ രണ്ടുപേരുടെ നാട്ടിലൊക്കെ പോയിട്ടും ഷാരോണിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ത്രട്ടണിങ് ആയിട്ടുള്ള, അല്ലെന്നുണ്ടെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒന്നും വന്നതായിട്ട് നമ്മളാരും കേട്ടുമില്ല. അദ്ദേഹം പറയുന്നുണ്ട്, കമാൽ ഭാഷ പറയുന്ന 22 വയസ്സ് പാവം കുട്ടി ഗൂഗിളിൽ നോക്കി പോയ്സണെ കുറിച്ച് മനസ്സിലാക്കി അത് ജ്യൂസിൽ കൊണ്ട് കലക്കുന്നു, കഷായത്തിൽ കൊണ്ട് കലക്കി കൊടുക്കുന്നു. 22 വയസ്സിൽ ബോധമില്ല, കൊച്ചുപ്രായം. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് നോക്കി മനസ്സിലാക്കി ട്രൈ ചെയ്യാൻ മൈൻഡും ബുദ്ധിയൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് പറഞ്ഞ പാവം, പഠിക്കാൻ ബ്രില്യൻ്റാണ്, പക്ഷെ അബദ്ധം പറ്റി. നമ്മുടെ എല്ലാ കൊലക്കേസിലും പ്രതികളൊക്കെ എല്ലാം അബദ്ധമായിരിക്കും. ഞാൻ മനസ്സിലാക്കുന്ന ഗ്രീഷ്മ എന്ന് പറയുന്നത് വളരെ ക്രൂക്കഡ് മൈൻഡായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അവരെ വെള്ളഭൂഷണം താല്പര്യമുള്ളവർക്ക് എങ്ങനെ വേണമെങ്കിലും വെള്ളഭൂഷമല്ലോ. നമുക്ക് സൊസൈറ്റിയുടെ മൊത്തത്തിൽ വെള്ളഭൂഷാൻ പറ്റില്ല. മേ ബി നമുക്ക് ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നിങ്ങനെ പറയാം. ബട്ട് സൊസൈറ്റി ഇത് വാച്ച് ചെയ്യുന്നുണ്ട്, പബ്ലിക് സിറ്റിസൺസ് അവരിത് വാച്ച് ചെയ്യുന്നുണ്ട്. അവരാരും അന്ധരല്ല. ഈ കേസ് തുടങ്ങിയ കാലം മുതൽ ഇതിനെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്ത് വരുന്നവരാണ് മലയാളീസ്. മലയാളിക്ക് പണ്ട് മുതലുള്ള ശീലമാണ്, പ്രത്യേകിച്ച് ചില കേസുകൾ മലയാളി വിടാതെ നോക്കാറുണ്ട്. അവർക്കിത് മനസ്സിലാവും. അതിനകത്ത് വന്നിട്ട് എത്ര വലിയ വെള്ള പൂശിയാലും അവർക്കത് മനസ്സിലാക്കാനുള്ളൊരു കോമൺ സെൻസ് ഉണ്ട്. അതാ ഞാൻ പറഞ്ഞേ, അത് 40 പാരസെറ്റമോൾ ഗുളിക എടുത്ത് കലക്കി. ഇതിൻ്റെ ഇമ്മച്വർ മൈൻഡ്, ആ മൈൻഡ് സെറ്റ് നമ്മളൊന്ന് നോക്കണം. ഒരു മെച്യൂരിറ്റി ഓഫ് മൈൻഡ് ഉള്ള ഒരു കുട്ടിയല്ല ഇത്. അത് 22 വയസ്സിൽ ചെയ്ത പണിയാണ് ഈ പറയുന്നത്. 22 വയസ്സായ ഒരു കുട്ടിക്ക് ലോകപരിചയമൊന്നുമില്ല, പഠിക്കാൻ പിടിക്കുകയാണ്. അതായത് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 90% മാർക്കോടുകൂടി PG ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ MA പാസ്സായ കുട്ടിയാണ്. അപ്പോൾ അതേ അറിയാവുള്ളൂ. അതിന് ലോകപരിചയമൊന്നുമുള്ളതല്ല. അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ വിളിച്ചു വരുത്തി ഒരുത്തന് വിഷം ഒഴിച്ചു കൊടുക്കുമോ? കാരണം ഇത് ഞാൻ പറയുന്നത് സമൂഹത്തിൽ ഇറങ്ങിയ ഇത് കാണുന്നവർക്കെല്ലാം വിഷം ഒഴിച്ചു കൊടുക്കുമോ? അപ്പം ഈ വീട്ടിൽ ഇയാൾ പോയത് പ്രാർത്ഥിക്കാനൊന്നും അല്ലല്ലോ. അത് നമ്മൾ ചിന്തിക്കണം. അപ്പം ഇങ്ങനൊരു സംഭവം ഈ കുട്ടിക്ക് ഇയാളെ ഒഴിവാക്കണം. ഇവൻ പോകത്തില്ല.
ഇത് വലിയ ശല്യമായി കഴിഞ്ഞപ്പോൾ ഇതങ്ങ് ചെയ്തതാണ്. ഇതാണ് കാര്യം. അത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, ഇമ്മച്യൂർ മൈൻഡിൻ്റെ ഒരു ക്രൈമാണത്. കാരണം ഇത് നല്ല രീതിയിൽ ഇത് ആലോചിച്ച് ചെയ്യാനുള്ള സാവകാശമൊന്നും അതിനില്ല. അവസാനം ഇതൊക്കെ നോക്കി ആദ്യം പാരസെറ്റമോൾ എടുത്ത് കൊടുത്തു. പാരസെറ്റമോൾ കഴിച്ചാൽ ആരെങ്കിലും മരിക്കുമോ? ഇല്ല. അതിനറിയില്ല. അത് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഈ കീടനാശിനി പ്രയോഗം വന്നത്. ഇതും കഴിഞ്ഞിട്ട് ഈ കുട്ടി തന്നെ ആത്മഹത്യ ചെയ്യാനാണ് ഈ ലൈസോൾ എടുത്ത് കുടിച്ചത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ആ മെച്യൂരിറ്റി ഓഫ് മൈൻഡ് ഇതിനില്ല. ഒരു ഇമ്മച്യൂർ മൈൻഡിൻ്റെ എല്ലാ ലക്ഷണങ്ങളും വെളിവാക്കുന്നുണ്ട് ഈ കൊലപാതകത്തെ ന്യായീകരിക്കുകയാണോ ജസ്റ്റിസ് കെമാൽ പാഷ? താങ്കൾ ന്യായീകരിക്കുന്ന രീതിയിലാണ് ഇമ്മച്യൂർ മൈൻഡ്. സുഹൃത്തെ, 22 വയസ്സല്ല, അത് 17 വയസ്സല്ല. നിങ്ങൾക്ക് നിയമം ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊരു മൈനർ അല്ല. ഇമ്മച്യൂർ മൈൻഡ് താങ്കൾ പറയും. 22 വയസ്സെന്ന് അത്യാവശ്യം കോമൺ സെൻസ് ഉള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ല, കോമൺ സെൻസ് ഉള്ള സമയമാണ്. പാരസെറ്റമോൾ കഴിഞ്ഞിട്ട് പിന്നെ കലക്കി കൊടുത്തത് എന്താ? പഠിക്കാൻ കഴിവുള്ളവരും ഇമ്മച്യൂർ മൈൻഡ് ആയിട്ടുള്ളവർക്ക് ആരെയും കൊല്ലാവോ? എനിക്ക് എൻ്റെ ചോദ്യം അതാണ് ശ്രീ കമാൽ പാഷയോട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്, പ്രായമായുള്ള യുവാക്കളുണ്ട്. അവരൊക്കെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇമ്മച്യൂർ മൈൻഡാണ്, വിദ്യാഭ്യാസം, ഞാൻ പഠിക്കാൻ കഴിവുള്ളതാണ്, എനിക്ക് എന്തും ചെയ്യാം എന്നാണ് അവർ മനസ്സിലാക്കേണ്ടത്. ഒരു സ്പെഷ്യൽ ഫാക്ട്സ് ഒന്നും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കാരണം അതിൻ്റെ സർക്കംസ്റ്റാൻസ് അങ്ങനെയാണ്. പിന്നെ പ്രതി എന്ന് പറഞ്ഞാൽ 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ ഇതിനകത്ത് വിക്റ്റിമായിട്ടുള്ള ഈ ഷാരോണിൻ്റെ യഥാർത്ഥത്തിൽ പിടിയിൽപ്പെട്ടി കുട്ടി അതുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ യഥാർത്ഥത്തിൽ അവർ പരസ്പരം ഇഷ്ടപ്പെട്ടുള്ള ബന്ധം തന്നെ ഉണ്ടായി. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇത് കുറച്ചായപ്പോൾ ഈ കുട്ടിക്ക് ഇവനെ വേണ്ട, മടുത്തിട്ടുണ്ട്. വേറെ കല്യാണാലോചന വന്നു, ഒരു സൈനികരുമായിട്ടുള്ള കല്യാണാലോചന വന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും അതിന് ഇറങ്ങിപ്പോകണം. അപ്പോൾ ഇവൻ്റെ കയ്യിൽ ഞാൻ മനസ്സിലാക്കിയത്, അതായത് പല മാധ്യമങ്ങളിൽ നിന്നൊക്കെ കണ്ടതാണ് മനസ്സിലാക്കിയത്, ഇതിൻ്റെ എന്തോ കോംപ്രമൈസിങ് പൊസിഷനുള്ള കുറേ ഫോട്ടോസും അതുപോലെ വീഡിയോയോ ഏതാണ്ടൊക്കെ ഇവൻ എടുത്തു വെച്ചിട്ടുണ്ട്. 5-6 ബിറ്റ് ഫോട്ടോകളോ ഏതാണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഒരു ഭീഷണിയുടെ ഇടപാടിലേക്ക് അവസാനം മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വേറെ കല്യാണം ഉണ്ടെങ്കിൽ അത് അവൻ മുടക്കും. ഇതാണ് കാര്യം. നീ അങ്ങനെ പോകണ്ട. കാരണം ഇവന് ഇതിനെ അങ്ങ് വസ്തുക്ക് പിടിച്ച പ്രേമം അവൻ വേണം. അത് പ്രേമമൊന്നുമല്ല, യഥാർത്ഥത്തിൽ കാമം എന്നേ നമുക്കതിനെ പറയാൻ ഒക്കുള്ളൂ. പ്രേമമൊന്നും പറയാൻ പറ്റില്ല. ആ രീതി വന്നു. പെണ്ണിന് ഇതിന് അങ്ങനെ വേണ്ടെങ്കിൽ അവനങ്ങ് പോയാൽ പോരെ. അത് ചെയ്യത്തില്ല, വിട്ടുകൊടുക്കാൻ അവൻ തയ്യാറല്ല. ഈ രീതിയിലേക്ക് അങ്ങ് മാറി. ആ ബന്ധം അങ്ങനെ ആയപ്പോൾ ഒരു നിവൃത്തിയില്ല, നിർവാഹമില്ലാതെ ഇതെങ്ങാണ്ട് കുറച്ച് ആദ്യം ഏതാണ്ട് 56 പാരസെറ്റമോളോ എങ്ങാണ്ടും, പാരസെറ്റമോൾ എന്തെന്നാൽ ആരും ചാവുകയില്ല. ഇതിൻ്റെ ലിവറൊക്കെ അടിച്ചു പോകുന്നുള്ളേ ഉള്ളൂ കാലക്രമേണ. അതങ്ങാണ്ട് കലക്കി ഏതാണ്ട് മിറൻഡാക്കകത്തോ ഏതാണ്ടൊക്കെ കലക്കി കൊടുത്തു. അത് വാങ്ങിച്ച് കുടിച്ച് ഇട്ട് അവന് വേറെ പ്രശ്നമൊന്നും വന്നില്ല. അന്നപ്പോൾ അതിന് മനസ്സിലായി ഇതിന് വേറെ ഒരു മാർഗവുമില്ല. അതുകൊണ്ട് അവനെ സൗകര്യമായിട്ട് വിളിച്ചിട്ട് അവന് കഷായം കൊടുത്തു. കഷായത്തിനകത്ത് എന്തോ എന്ത് വിഷമാണെന്ന് എനിക്കറിയില്ല, എന്തോ വിഷം കലർത്തി വിഷം ഒഴിച്ചു കൊടുത്തു. അത് അവസാനം ഇത് അവൻ കുടിച്ചു കഴിഞ്ഞിട്ട് അവൻ വയ്യാതെ വന്ന് വീട്ടിൽ വന്ന് കിടപ്പായി. അങ്ങനെ അവിടുന്ന് അവസാനം എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി. ആദ്യമൊന്നും ഇതിൻ്റെ കാരണം മനസ്സിലാവുന്നില്ല. ഇവന് നേരിട്ടൊന്നും പറയുന്നില്ല. ഇവനെ ഇത് കഷായം കുടിച്ചെന്നോ ഇതൊക്കെ. അവസാനം ഇവൻ്റെ അനുജൻ ഒരു പയ്യനെ ഏതാണ്ട് ആയുർവേദത്തിന് പഠിക്കുന്നോ ഏതാണ്ട് ഉണ്ട്, വിദ്യാർത്ഥിയെ കണ്ടാണ്. അപ്പോൾ അവനെ ചോദിച്ചു മനസ്സിലാക്കി ഇതെന്താണെന്ന്. അപ്പോൾ ചോദിച്ചു മനസ്സിലാക്കിയപ്പോൾ കഷായം കൊടുത്താന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ കഷായം ഏതാണെന്നൊക്കെ ആയി. അതൊക്കെ നോക്കി. ഏതായാലും അവൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം നാശപ്പെട്ടു. അവിടെ ആശുപത്രി കിടന്ന് ഏതോ 5-6 ദിവസം കഴിഞ്ഞിട്ട് മരിച്ചു. ഇതാണ് ഫാക്ട്സ്. ഇതാണ് താങ്കൾ മനസ്സിലാക്കേണ്ടത്. മരണപ്പെട്ടു പോയ വ്യക്തി ഇരയാണ്, വേട്ടക്കാരനല്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.